ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എന്തൊക്കെ തരം ഫുഡുകളുണ്ട്, ഏതൊക്കെ വിഭവങ്ങൾ? ഞണ്ട്, ചെമ്മീൻ, പന്നി, കൂന്തൽ, കക്ക, പോട്ടി, പിന്നെ താറാവ്, കരിമീൻ. ഞാനിപ്പോൾ നമ്മളല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കരിമീൻ ബ്രാക്കറ്റിൽ എന്താ പൊള്ളിച്ചത്, കറി, വറുത്തത്, ഇങ്ങനെ കുറേ ഐറ്റംസ് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രാക്കറ്റിലായിട്ട്. അതെല്ലാം ഉണ്ട് ഇവിടെ. സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണത്. ആവശ്യക്കാരനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. ഇതെന്തിനാ വെച്ചാൽ നമ്മളിപ്പോൾ വയ്ക്കുന്നത്? ഞണ്ടിൻ്റെ ഗ്രേവി. അത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൂട്ടുകയാണല്ലേ? സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കൂട്ടുകയാണ്. ഇതിപ്പോൾ എത്ര നേരം വയ്ക്കാം നമ്മൾ? ഇപ്പം മുളക് പൊടി ഇട്ടു, 15 മിനിറ്റ് അല്ലേ? അപ്പോൾ 15 മിനിറ്റ് ഇരുന്ന് അങ്ങ് ശരിക്കും വെന്ത് കട്ടിയാവും ഇറച്ചിയൊക്കെ, തോടുന്നൊക്കെ വിട്ട് കട്ടിയായിരിക്കും. അപ്പോൾ അത് സെറ്റപ്പാവും. ഇപ്പോൾ തന്നെ ഗ്രേവി ഉണ്ടാക്കി അങ്ങോട്ട് തട്ടി ഒന്നും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ അല്ലേ? ഇത് പിന്നെ നമ്മൾ പിന്നെ കേട്ടിട്ടുണ്ട് മീൻതല ഉണ്ടോ അവിടെ? മീൻതലുണ്ട്. അപ്പോൾ ഏകദേശം എത്ര തല ഒരു ദിവസം? ഓർഡർ അനുസരിച്ചാണ്. ആൾക്കാർ എനിക്ക് തോന്നുന്നുണ്ട് ഭൂരിഭാഗം വന്ന് ഇങ്ങനെ ഉള്ളത് ചോദിച്ച് കഴിക്കാണ്ട് ഓർഡർ ചെയ്ത് വന്ന് കഴിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് കാരണം. എന്താ പറയുക, ഇവിടെ ഉള്ളത് അങ്ങനെ കഴിക്കുന്നവരുണ്ട്, ഇവിടെ വന്ന് കഴിക്കുന്നവരുണ്ട്, പിന്നെ ഓർഡർ എടുത്ത് ആരും വിളിച്ചു പറഞ്ഞിട്ട് വന്ന് കഴിക്കുന്നവരുണ്ട്, പിന്നെ പാർസൽ കൊടുത്തു വിടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വെളുത്തുള്ളി ചതച്ചത് നല്ല എണ്ണയിലിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിപ്പോൾ 2 അടുപ്പ് 3 അടുപ്പേ ഉള്ളൂ നമുക്കിവിടെ. പുറത്തുണ്ട് 5 അടുപ്പിലായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക 2 നിലയിൽ എങ്ങനെയാണ് ഇപ്പം ഫാമിലി വന്നിരുന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ വരുന്നതിന് മുകളിൽ കൊടുക്കുന്നത്. പൊക്കത്ത് സ്റ്റേജ് മൊത്തം ഫാമിലിക്ക്, താഴത്ത് ബാക്കിയുള്ളത്. എത്ര മണി വരെ ഉണ്ട് നമുക്ക്? രാത്രി 9 മണി. അപ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ തീരുമ്പോഴും ക്ലോസ് ചെയ്യും. 9 മണി വരെ നിർത്തത്തുള്ളൂ മാക്സിമം 9 മണി. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ഇപ്പം അടുത്ത് നമ്മുടെ വിനീത ചേച്ചി എല്ലാം അങ്ങോട്ട് പോയെടുത്ത് ഇങ്ങോട്ട് ഒന്നുമില്ല. കാരണം ഞാനിവിടെ നിൽക്കൊണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞു നേരത്തെ തന്നെ. അപ്പോൾ നമ്മൾ ഞണ്ടൊന്ന് മൂടി ഒരു 15 മിനിറ്റ് ആവുള്ളൂ. ഏകദേശം ആ മഞ്ഞപ്പൊടിയൊക്കെ ശരിക്കും ആ തോടിൽ പിടിച്ച് കളറ് മാറിയിട്ടുണ്ട് ശരിക്കും. അപ്പം നമ്മൾ വെളുത്തുള്ളി മാത്രമല്ല ഇട്ടിട്ടുള്ളൂ, ഇഞ്ചിയുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ശരിക്കും മൂപ്പിച്ചെടുക്കുകയാണ്. അടുത്ത് സവോള ഇട്ടു, അതും വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്ത മഞ്ഞപ്പൊടി വീണ്ടും നമ്മൾ മസാലയ്ക്കല്ലേ, മസാലയ്ക്ക് ഉപ്പിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നു. ചില വീട്ടിലാരൊക്കെയുണ്ട്? പിള്ളേർ എവിടെയാണ്? കൊടുങ്ങല്ലൂർ. അപ്പം എന്നും പോയി വരുമോ? ഇല്ലില്ല, ഞാൻ പുതിയ താമസമല്ലേ? വീണ്ടും ഞണ്ട് ഒന്ന് ഇളക്കുക. അല്ല അടുപ്പിലായതുകൊണ്ട് ഇരുന്ന് അങ്ങ് ശരിക്കും വേവണം. പെട്ടെന്ന് ഒരു കാഞ്ചൂട്ടിലല്ല, ശരിക്കും ഇരുന്ന് വെന്ത് നന്നായിട്ട് വേവിച്ച് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. ചേച്ചി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിർത്തരുത്, ഇനി ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അത് തന്നെ ശരിക്കും ചേച്ചി തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അടുപ്പിൽ വെച്ചാൽ തന്നെ ആ ടേസ്റ്റ് നമ്മളൊരു മൊത്തം കിട്ടത്തുള്ളൂ. അല്ല അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്തങ്ങ് തീരും. ആ ഇരുന്ന് വേവില്ല, പെട്ടെന്ന് വെന്ത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ് പറ്റുള്ളൂ വീട്ടിലായാലും. പക്ഷെ വെക്കുന്നവരുണ്ട്, അടുപ്പിൽ വെക്കുന്നവരുണ്ട് വീട്ടിൽ. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലായാലും ഇടയ്ക്കൊക്കെ പണ്ട് കുറച്ചാൾ മുമ്പ് വരെയൊക്കെ എന്താ കഞ്ഞി മാത്രം പുറത്ത് അടുപ്പിൽ വയ്ക്കും, കഞ്ഞി മാത്രം അടുപ്പിൽ വയ്ക്കും, ബാക്കി കറിയൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാതെ കാരണം എല്ലാം ഗ്യാസിൽ. ഏകദേശം നമ്മൾ ഉച്ച സമയമായി, ഏകദേശം അല്ല 12 മണിയാകുമ്പോൾ ഇങ്ങനെ. ഇപ്പോൾ സവാല ശരിക്കും വരണ്ട് വരാണ്. ഇപ്പോൾ പൊന്നചേട്ടനൊന്നും ഇങ്ങോട്ട് വരാറുണ്ട്. എല്ലാം നമ്മൾ ചേട്ടനങ്ങ് ഏൽപ്പിച്ചേക്കാണ്. ഇത് ഒരേ ഷോപ്പിന് ഒരേ ചാർജ് ഉണ്ട്. ഈ ഷോപ്പിലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൊന്നചേട്ടനാണ്. ഇതിന്റെ മേൽനോട്ടം പൊന്നചേട്ടൻ തന്നെ, ഇതിന്റെ നടത്തിപ്പ് തന്നെ പൊന്നചേട്ടൻ തന്നെയാണ്. അപ്പൊ അതിന്റെ പുള്ളിയുടെ വേറെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് കാര്യങ്ങളുണ്ട് അപ്പോൾ വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ മേൽനോട്ടങ്ങൾ മുഴുവൻ നടത്തുന്നത് പൊന്നചേട്ടൻ. എല്ലാം ഫോൺ വഴി അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി പുളി
അത് പുളി വെള്ളമുള്ളപ്പോൾ ചേച്ചി ഇത് എന്ത് ചെയ്ത് വെച്ചേക്കാം? നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കാണോ? വെള്ളത്തിലിട്ട് ആ വെള്ളം നമ്മൾ പുളി വെള്ളമായിട്ട് തന്നെ ഇടുമല്ലേ? അങ്ങനെ പുളി ശരിക്കും വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കാണ്. നല്ല പുളിയായിരിക്കും. അപ്പോൾ ഇറങ്ങും, ആ വെള്ളത്തിൽ ഇറങ്ങി കിട്ടും. നാടൻ പുളി എവിടെ നമ്മൾ കൊണ്ടുവന്നത്? നാട്ടിൽ നിന്നൊക്കെ പോയി വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെപ്പോഴായാലും ഇപ്പം അങ്ങനെയല്ല. എവിടെ പോയാലും നമ്മൾ ആരെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും നാട്ടിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനമായാലും നമ്മളത് കൊണ്ടുവരും. ശരിയല്ലേ? ഇപ്പം എന്തായാലും ചക്കയായാലും പുളിയായാലും എന്തായാലും നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടി എന്തായാലും അതങ്ങ് ഇച്ചിരി പാക്ക് ചെയ്ത് കൊണ്ടുവരും നമ്മുടെ വീട്ടിലോട്ട്. നല്ലൊരു ശീലമാണ് എന്നെപ്പോൾ ഉള്ളവർക്ക്. മുളക് പൊടി ഇട്ട് കരിവേപ്പില ഇട്ടു, എല്ലാം കൂടി ഒന്ന് ശരിക്കും വഴണ്ട അങ്ങ് വരാണ്. ഇത് ആയി ചേച്ചി മസാലയായി ആയില്ലേ? മസാല ആയിട്ടുണ്ട്. അതെ, മസാല റെഡിയായി. പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്. പച്ചമുളക് എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ ഗ്രേവിക്കുള്ള മസാല ആയിട്ടുണ്ട്. ആയിട്ടുണ്ടോ ഞണ്ടിൻ്റെ മണം വന്നിട്ട് ശരിക്കും ആ തോട് ടക്ക് ടക്ക് അടിക്കേണ്ട ശബ്ദമൊക്കെ ശരിക്കും വിട്ടു പോകുന്നുണ്ടോ എന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ ഇത് അങ്ങോട്ട് ഇടുമല്ലേ. ശരിക്കും നല്ല ഡ്രൈ ഗ്രേവിയാണിത്. നല്ല ഡ്രൈ ഗ്രേവിയാണ്. അതങ്ങടുത്ത് നമ്മൾ തട്ടാൻ പോവാണ്. തട്ടി അത് ശരിക്കും ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വെക്കണം. നമ്മൾ അടുപ്പത്ത് വെക്കണം. വേണ്ട, ആയി എടി. നമ്മൾ ആ മസാലയും കൂടി അങ്ങോട്ട് ഇട്ട് മസാല അങ്ങിട്ട് നിന്ന് നന്നായിട്ട് ഇളക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി. അടുപ്പത്ത് വെക്കേണ്ട. യോ, ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ചെമ്മീനല്ലേ? ചെമ്മീൻ. അപ്പോൾ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് മാറ്റി. കാണാൻ തന്നെ എന്ത് ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡിയാക്കി ഇങ്ങനെ സൈഡിൽ മാറ്റി വിനോദ ചേച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയും കൂടി നോക്കിയിരിക്കുകയാണ്. കാരണം ചേച്ചി അടുത്ത ഉൾഭാഗത്ത് പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വരിക. നമുക്ക് അടുത്ത ചെമ്മീൻ ഉണ്ടാക്കണ്ടല്ലേ.